ചേട്ടാ ഈ ഒരുപാട് നമ്മള് ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ട് നമ്മൾ കയറി വന്നുള്ള ഒരു ഗുണം എന്താണെന്നറിയോ? ഞാൻ കണ്ടിട്ടുള്ളത്, അവർക്ക് ആ ചെയ്യുന്ന തൊഴിലിനോട് അത്രമാത്രം അയ്യോ! ഭയങ്കര റെസ്പെക്റ്റും ഭയങ്കര തീർച്ചയായിട്ടും. അത് അങ്ങനെ ഉയർന്ന് വരുന്നവരെ കണ്ട അവർക്കൊരു അനുകമ്പയും ഉണ്ട്. ഉണ്ട്. അയ്യോ! ഭയങ്കരായിട്ട്. അതാണ് നമ്മള് കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാമില് ആ. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1500 ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുത്തി. 1500 ആർട്ടിസ്റ്റുകളെ. അവരെ അവരെല്ലാം കുടുംബങ്ങളിപ്പം നടന്നുപോണ്ടല്ലോ. അതെ. മോട്ടിവേറ്റ് ചെയ്യല്ലേ. ആ. നമ്മുടെ മുന്നിൽ വരുന്ന ഏത് കലാകാരനെയും നമ്മൾ ഒരിക്കലും നമ്മളെക്കാൾ കുറച്ച് കാണുന്നില്ല. 1500 അല്ല, നമ്മളെക്കാൾ 7500 സോറി. നമ്മളെക്കാൾ മികച്ച 7500. പിന്നെ ഓ. 10 വർഷം ചെയ്തല്ലോ. നമ്മളെക്കാൾ മികച്ചവരായിട്ട് അവരെ നമ്മൾ ഉം. ട്രീറ്റ് ചെയ്യുന്നു. പിന്നെ ഈ ജഡ്ജ്മെന്റ് ഒന്നും ഇല്ലല്ലോ. മോട്ടിവേറ്റ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. പിന്നെ നമ്മുടെ മോൻ തന്നെ കണ്ടോണ്ടിരിക്കുമ്പോൾ ബോറടിക്കും. അതാണ് പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നത്. അവരുടെ കഴിവ് നമുക്കും രസമാണ്. പിന്നെ പുതിയ പുതിയ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴും ഒക്കെ അത് ഭയങ്കര ആ. രസമുള്ള കാര്യമല്ലേ അതെ, കേട്ടോ. അതെ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് മനസ്സിലാക്കാൻ ഓരോ പറ്റും. വ്യക്തി ഓരോ ജീവിതമല്ലേ. അതെ അതെ സത്യം. ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നറിയാം കേട്ടാ, പുറത്തു പോകും. എനിക്ക് പുറത്ത് പോയിട്ട് ബ്ലോഗ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇത് 2016 സമയമാണ് കേട്ടോ. അപ്പോൾ അന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യണം. ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന അപ്പൊ സമയത്ത് എഞ്ചിനീയറിംഗ് പഠിക്കുന്നല്ലേ? അല്ല കേട്ടോ, ഇത് ഞാൻ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു ആ, എനിക്ക്. ഓ, ഓ. 2016 സമയത്ത് ഞാൻ ഉം. ടെക്നോ പാർക്കിൽ ഒരു ജോലിക്ക് കയറി. അത് കഴിഞ്ഞിട്ട് അതെനിക്ക് പറ്റാണ്ടായപ്പോൾ, കാരണം ശമ്പളം ഇല്ല. ഉം. ഞാൻ വലിയ ഡൽഹി പഠിച്ചിട്ടെന്നും പറഞ്ഞ് നാട്ടിൽ വന്ന് 1,00,000 രൂപയുടെ ജോലി അടിക്കാന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ പൊസിഷനാണ് പോയത്. അപ്പോൾ അവരോട് നമുക്കൊരു ഡെവലപ്മെന്റ് ഇല്ല. ബിസിനസ്സും പ്രശ്നമാണ്. ചേട്ടാ അവിടെ ചെന്നപ്പോൾ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് അല്ല, ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ നിനക്ക് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ആവാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഞാൻ വെച്ചു ഡൽഹി പഠിച്ചൊക്കെ ഉപയോഗം വന്നു. അപ്പോൾ ഞാൻ വെച്ചു സാർ സാലറി ഇല്ല. അല്ല അതല്ല, പെട്രോൾ അടിക്കാൻ പൈസ തരും, പിന്നെ നീ എന്തെങ്കിലുമൊക്കെ ഈ സോഫ്റ്റ്വെയർ ERP സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നീ വല്ല ഹോസ്പിറ്റൽസിലോ സ്കൂൾസിലോ ഒക്കെ പോയി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സെറ്റപ്പ് റെഡിയാക്കുകയാണെങ്കിൽ കമ്മീഷൻ. നിനക്ക് അതിൻ്റെ ഒരു 5% കമ്മീഷനും തരും. മാസങ്ങളോളം നടന്ന് കേട്ടാ, മാസങ്ങളോളം നടന്ന് അവര് വന്ന് ഇരുത്തി കാര്യമായിട്ട് സംസാരിച്ച് ചായന്നൊന്നും വിടുന്നതല്ലാതെ ആരും സോഫ്റ്റ്വെയർ വാങ്ങാനില്ല. പെട്രോൾ അടിച്ച് എൻ്റെ നട്ടെല്ലും ഒടിഞ്ഞ്. അപ്പൊ ഞാൻ മനസ്സിലായി ജോലി എനിക്ക് അല്ല, ഇതുപോലുള്ള ആൾക്കാർ ഇപ്പോഴും മുന്നിലൊക്കെ വരാറില്ലേ? എന്റെ മുമ്പിലോ സോഫ്റ്റ്വെയർ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പൊ അത് കാണുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവും അവരുടെ വേദന. ആ. ഞാൻ റെഫറൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ആരെങ്കിലും. അപ്പോൾ അങ്ങനെ അതെനിക്ക് പറ്റാതെ നിർത്തി. ഞാൻ പഠിച്ചത് MBA ആയതുകൊണ്ട് ഞാനൊരു ബിസിനസ് തുടങ്ങാമെന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ ബിസിനസ് തുടങ്ങിയതാണ് ഒരു കാർപ്പറ്റ് എക്സ്പോർട്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഭയങ്കര ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്തപ്പോഴാണ് ഞാനൊരു ബ്ലോഗ് എഴുതാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ബ്ലോഗ് എഴുതുന്ന കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ജോലിയൊക്കെ കഴിഞ്ഞ് ഓഫീസൊക്കെ ഷട്ടറൊക്കെ ഇട്ടിട്ട് നേരെ പുറത്തിറങ്ങി ഏതെങ്കിലും ഒരു റാൻഡം ആയിട്ട് എവിടെയെങ്കിലും ബീച്ചിലിരിക്കുന്ന ചേച്ചിയോ അല്ലെങ്കിൽ മീൻ വിറ്റുകൊണ്ടിരിക്കുന്ന മാമിയോ അല്ലെങ്കിൽ കടയിരിക്കുന്ന ചേട്ടനോ അവരുടെ അടുത്ത് പോയി ചുമ്മാ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറയും. അപ്പോൾ അവരെന്താ തോന്നുകയാണെങ്കിൽ അവരും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉപദേശം എനിക്ക് തരും, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഒരു കോൺവെർസേഷൻ നടക്കുമല്ലോ. ഈ മൊത്ത സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് രാത്രി ഞാൻ ഇരുന്നൊരു കണ്ടന്റ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് അത് ബ്ലോഗിൽ അങ്ങ് ഇടും. അതാണ് ഞാൻ തുടക്കത്തിൽ ചെയ്തത്. അല്ല, അതിന് വരുമാനം ഉണ്ടോ? ഇല്ല. വരുമാനം ഇല്ല, പക്ഷെ ചേട്ടാ, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. 6 മാസം ഞാൻ എഴുതിയപ്പോൾ 100 പേരെ ഞാൻ എഴുതിയത് വായിച്ചു. 6 മാസത്തെ എഫേർട്ടിൽ 100 പേര് വായിച്ചു. അങ്ങനെ ഒരു ദിവസം ഇരുന്നപ്പോഴാണ് ഈ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു യൂട്യൂബിൽ നമ്മൾ പണ്ട് എങ്ങനെയാണ് ഹൗ ടു അൺലോക്ക് മറ്റേ സാധനം ട്യൂട്ടോറിയൽ നോക്കാൻ കയറിക്കൊണ്ടിരുന്നൊരു സാധനമാണ്. കയറിയപ്പോൾ ഒരു ദിവസം ഒരു അമേരിക്കക്കാരൻ്റെ ഒരു വീഡിയോ കണ്ട്, അവൻ രാവിലെ എഴുന്നേക്കുന്നു, അവൻ പല്ലി കഴിക്കുന്നു, ബാത്റൂമിൽ പോകുന്നു, അവൻ്റെ വീട്ടുകാരുമായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു. അപ്പം ഞാൻ ഇത് കണ്ടിട്ട് ഇവ എന്തിന് തേങ്ങ ഇടയിൽ ചെയ്തുകൊണ്ട് ഇതൊക്കെ ഞാൻ എന്തിനു കാണണമെന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ഞാൻ നോക്കിയേട്ടാ. അപ്പം ഒരു ദിവസം കണ്ട് പിന്നെ കാണുമ്പം ഇവർ പിന്നെ റെക്കമെൻഡേഷൻ ഇടുമല്ലോ. അങ്ങനെ ഒരു 2-3 ദിവസം റെക്കമെൻഡേഷൻ വന്നപ്പോൾ ഞാൻ കണ്ടു നോക്കിയപ്പോൾ ചേട്ടാ കൊള്ളാം, ഇന്നെന്തേവാ മറ്റേ ഓഫീസിൽ പോകാത്തത്. ഒരു ക്യൂരിയോസിറ്റി വന്നു തുടങ്ങി, അവൻ്റെ ജീവിതമായിട്ടൊരു അട്രാക്ഷൻ വന്നു തുടങ്ങി കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ആരോ പോലൊരു ഫീൽ വന്നു തുടങ്ങി. അപ്പം ഞാൻ നോക്കി നമ്മുടെ നാട്ടിൽ ഇത് ആരെങ്കിലും ഒക്കെ ചെയ്യാനുണ്ടോ. മലയാളത്തിൽ അടിച്ചു നോക്കിയപ്പോൾ അന്ന് സുജിത് ഭക്തൻ എന്ന് പറഞ്ഞൊരു ട്രാവൽ ബ്ലോഗർ, ട്രാവൽ ഈറ്റ്, അതെ ഇപ്പോഴും ഉണ്ട്, സുജിത് ബ്രോ ഇപ്പോഴും ഉണ്ട്. അന്ന് സുജിത് ബ്രോയ്ക്ക് 12,000-20,000 സബ്സ്ക്രൈബേഴ്സ്. മലയാളം ടെക് എന്ന് പറഞ്ഞ വേറൊരു ചാനൽ, അതിനൊന്ന് 10,000 സബ്സ്ക്രൈബേഴ്സ്. അങ്ങനെ ഒരു 3-4 ചാനൽ, ഇബാദ് റഹ്മാൻ ടെക് എന്ന് പറഞ്ഞപ്പോൾ ഒരു 3-4 ചാനൽ, ഇങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഞാൻ ചോദിച്ചു ചേട്ടാ ഇതെന്താ കേരളത്തിൽ ആരും തുടങ്ങാത്തത്. അങ്ങനെ ആലോചിച്ചിരുന്ന സമയത്താണ് ഞാൻ വീട്ടിൽ നിന്നും കടമൊക്കെ എടുത്ത് കുറച്ച് പൈസ വെച്ചൊരു iPhone 6s അങ്ങ് മേടിക്കണത്, ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത്. അങ്ങനെ അതെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ക്യാമറ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്ത് കളയാം.
എന്നും പറഞ്ഞ് ഞാൻ നടന്നുകൊണ്ടിരുന്ന റൂട്ടിൽ ഒരു വീഡിയോ അങ്ങ് എടുത്ത് കേട്ടാ. ചെണ്ട പഠിക്കാൻ പോയിട്ടുണ്ടെന്ന് തുടങ്ങി ഈ വീഡിയോ ഇട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചേട്ടാ 200 പേര് കണ്ടേക്കണം എൻ്റെ വീഡിയോ. 6 മാസം കൊണ്ട് എഴുതിയിട്ട് 100 പേര് വായിച്ചെടുത്ത് ഒരാഴ്ച ഒരു വീഡിയോ 200 പേര് കണ്ടേക്കണം എന്ന് പറഞ്ഞാൽ ദൈവമേ, ഈ ലോകത്ത് 200 പേർക്കപ്പം എന്നെ അറിയാം, എൻ്റെ ഈ മുഖം കണ്ടിട്ടുണ്ട്. കലക്കി. ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ ഞാൻ എന്താ പിന്നെ 2-3 കൂടെ ഇടാന്ന്. അങ്ങനെയാണ് ചേട്ടാ ഞാൻ ഇതിനകത്ത് അറിയാതെ വന്ന് വീണതാ. അമ്മ നീ സത്യമായിട്ട് അന്നത് നോക്കിയാ യൂട്യൂബിൽ ആ സായിപ്പിന്റെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കില്ല. സത്യം. അതാണ് ഒരു അല്ല, നിയോഗം എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇതിലേക്ക് നിയോഗമാണ്. ഇൻട്രസ്റ്റ് ഉണ്ട്. ആ അത് ഞാൻ അത് പലപ്പോഴും ആലോചിക്കും. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു ഫീൽഡുമായിട്ട് മറ്റേ നാഗച്ചേച്ചി പറയുന്ന കണക്ക് നിനക്ക് എന്തെങ്കിലും കലാപരമായിട്ട് വല്ല കഴിവുണ്ടോടാ എന്ന് ചോദിക്കുന്ന ഇതിന് ആപ്റ്റാണ് ഞാൻ. കാരണം അങ്ങനെ ഒരു ഫീൽഡിൽ നിന്നേ വന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ എന്തോ ഒരു നിയോഗം പോലെ ഇവിടെ എത്തി. ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ലെജൻസിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നു. അതെൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ് കേട്ടാ. ഓ, എനിക്ക് തന്നെ എന്നെ ഓർത്തിട്ട് അഭിമാനം തോന്നുന്നു. നീ ശരിക്കും നിങ്ങളെ പോലെ എന്ന് പറയരുത്, ഇദ്ദേഹത്തെ പോലെയുള്ള legend. ഇദ്ദേഹത്തെ പോലുള്ള ലെജൻസ് എന്ന് എന്നെ പറയും ചേട്ടാ. അല്ല, എനിക്ക് നമ്മുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ചരടുമേലുള്ള കളിയാണ്. ആ, കടലിൽ ചാടിയിരിക്കണം, ഈ നീന്തി കയറാണ്ട് പറ്റില്ല. ആ, ഇതിവിടെ നീന്തി തന്നെ നിൽക്കും. എനിക്കിഷ്ടമുള്ള ഫീൽഡ്, ഞാൻ എൻജോയ് ചെയ്യുന്ന ഫീൽഡ്. ആ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം മാത്രമേ അപേക്ഷിച്ചിട്ടുള്ളൂ. ഓ, യുറേക്ക ഫോബ്സിന്റെ ഒരു ഇന്റർവ്യൂവിന് ആ, വന്നപ്പോൾ ആ, ആ, അവിടെയുള്ള ആൾ പറഞ്ഞു, നിങ്ങൾ വലിയ സ്ക്രീനിലൊക്കെ വരേണ്ട പോലത്തെ ഒരാൾ. അന്ന് അങ്ങനെ മിമിക്രി അതൊന്നും പറഞ്ഞില്ല, ഞാൻ വെറുതെ ഒരു ആർട്ടിസ്റ്റാന്ന് മാത്രം പറഞ്ഞു. ആ. അപ്പോൾ ഇത് വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഓൾറെഡി സെലക്ഷൻ കിട്ടിയിട്ട് യുറേക്ക ഫോബ്സിന്റെ ഇതിൽ വേണ്ട, നിങ്ങൾ വേറെ ഇതുമായിട്ട് പോകാൻ പറഞ്ഞു. ആ. അതാണ് ഫസ്റ്റ് കിട്ടിയൊരു യുറേക്ക ഫോബ്സിൽ ഞാനും ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്, കിട്ടിയില്ല. കാരണം ആ സമയത്ത് ഇന്റർവ്യൂ വരുമ്പോഴൊക്കെ ഞാൻ പോയിട്ട് നോക്കും. കാരണം ആ. കോളേജിന്റെ പഠനം ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി ഒരു ചേട്ടാ എന്താ പഠിച്ചത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ലോ കംപ്ലീറ്റ് ചെയ്താണ്. പക്ഷെ 3-4 പേപ്പർ എടുക്കുന്നതിന് മുമ്പ് ഓ, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ നല്ല മാർക്കുണ്ട്. ആ അഡ്വക്കേറ്റിന് മനസ്സിലായി എനിക്ക് കൂടുതൽ പേപ്പർ എടുത്തിട്ട് കാര്യമില്ല. അല്ല, പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചേ, എനിക്ക് ഒരിക്കലും വക്കീൽ പണി ചേരില്ല. അത് എത്തിക്സ് നോക്കുകയാണെങ്കിൽ അത് തെറ്റല്ല. ആ. ഒരു തെറ്റ് ചെയ്തവനെ രക്ഷിക്കുക, അല്ലെങ്കിൽ ഒരാൾ കൊന്നിട്ട് വന്നിട്ട് അയാൾ അതെൻ്റെ മനസ്സ് അനുവദിക്കില്ല. എനിക്ക് ഭയങ്കര എന്താണ് മനസ്സ് ഭയങ്കര നിഷ്കളങ്കമാണ്. നിഷ്കളങ്കമാണ് മനസ്സ്. ഒരാള് കുറ്റം ചെയ്ത് വന്നിട്ട് അയാളെ രക്ഷിക്കുക. ഇപ്പൊ എൻ്റെ അളിയൻ വലിയ വക്കീലാണ്, പക്ഷെ പുള്ളിയായിട്ടൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ തർക്കിക്കും പുള്ളി. അത് ഞാനവർക്ക് ഫൈറ്റ് ചെയ്യാനൊന്നും പോറില്ല. പക്ഷെ അവിടെ നമ്മൾ നുണവറകൾ പറയേണ്ടി വരും. അത് നമുക്ക് പറ്റൂല. അത് മാത്രമല്ല, ചിലപ്പോ ഇവൻ വാദിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ജഡ്ജി ഇവനെതിരായിട്ട് ജഡ്ജ്മെന്റ് കൊടുത്താൽ ചിലപ്പോ ഇവൻ കയറി ഇടിക്കും. എന്നുള്ളൊരു പേടി. ഏ? അല്ല, കുറച്ച് ഷോർട്ട് പേടാണ് നമ്മൾ ചിലപ്പോൾ അന്യായം. ഇപ്പോഴും അങ്ങനെയൊന്നുമില്ല.